ഹായ് ദോസ്തോ, നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് പാഠം ജിസ് ഗലി മേ രഹ്താ ഹൂം എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഇത് ഉറുദു കവിയായ മിർസ ഗാലിബ് എഴുതിയ ഒരു ഡയറിയാണ്. ഇതിൻ്റെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഡോക്ടർ കൈലാഷ് നാരദ് എന്ന സാഹിത്യകാരനാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. മിർസ ഗാലിബ് എന്ന കവി ഒരു ഉറുദു കവിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ജിസ് ഗലി മേ രഹ്താ ഹൂം എന്ന ഈ ഡയറി ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അനുവാദകൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ്? ഡോക്ടർ കൈലാഷ് നാരദ് എന്ന സാഹിത്യകാരനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗം ശ്രദ്ധിക്കാം. अंग्रेज़ों ने दिल्ली में आते ही सीधे साधे लोगों को मारना शुरू कर दिया. उन्होंने गरीबों के घर भी जला दिए. गौरव के डर से दिल्ली वालों में भगदड़ मच गई. अपनी अपनी जान बचाकर वे भाग निकले. अंग्रेज़ों ने दिल्ली में आते ही सीधे साधे लोगों को, अंग्रेज़ിനെ ബ്രിട്ടീഷുകാർ ഡൽഹിയിൽ വന്നിട്ട് സീതെ സാധെ ലോകോങ്കോ, സീതെ സാധെ എന്താ സീതെ സാധ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളെ, ലോകോങ്കോ ജനങ്ങളെ മാർന ശുരു കർ ദിയ, ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി, ആക്രമണം അഴിച്ചുവിടാൻ തുടങ്ങി. മാർന എന്ന് പറഞ്ഞാൽ കൊല്ലുവാൻ എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ കൊല്ലുവാൻ വേണ്ടി തുടങ്ങി അല്ലേ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നെന്ന് സാധാരണ ജനങ്ങളൊക്കെ അവർ കൊലപ്പെടുത്തുവാൻ തുടങ്ങി. ഉന്നോനെ ഗരീബോം കെ ഘർ ഭി ജലാ ദി, അവർ ബ്രിട്ടീഷുകാർ ഗരീബോം കെ ഘർ, ഈ ദരിദ്രരുടെ പാവപ്പെട്ടവരുടെ വീടും എല്ലാം ജലാദിയെ എന്ന് പറഞ്ഞാൽ അഗ്നിക്കിരയാക്കുക, കത്തിക്കുക. ഗൗരവം കെ ഡർ സെ ദില്ലി വാലോ മേ ഭഗ്ദड़ മച്ച് ഗയി. ഗൗരവം കെ ഡർ സെ, ഗൗരവം എന്ന് പറഞ്ഞാൽ വെള്ളക്കാർ, ബ്രിട്ടീഷുകാരെ പേടി കാരണം, ഡർ എന്ന് പറഞ്ഞാൽ പേടി, ഭയം കാരണം ദില്ലി വാലോ മേ ഭഗ്ദड़ മച്ച് ഗയി. ദില്ലി വാല എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ആളുകൾ, ദില്ലിവാസികൾ. ദില്ലി വാലെ ഭഗ്ദड़ മച്ച് ഗയി എന്ന് പറഞ്ഞാൽ പരക്കം പായുക. ഓക്കെ, ബ്രിട്ടീഷുകാരോടുള്ള പേടി കാരണം ഡൽഹിയിലെ നിവാസികളെല്ലാം പരക്കം പാഞ്ഞു. അപ്പനി ജാൻ ബജാക്കർ വേ ഭാഗ് നിക്കലെ. ജാൻ ബജാക്കർ എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കൽ, ഭാഗ് നിക്കലെ ഓടിപ്പോയി. തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ ഡൽഹിയിൽ നിന്നും ഓടിപ്പോയി. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പോൾ മിർസ ഗാലിബ് പറയാണ്, ജിസ് ഗലി മേ मैं रहता हूँ उसमें सिर्फ 10 बार घर थे. गली में घुसने का सिर्फ एक ही रास्ता था. वहाँ कोई कुआं नहीं था. जो लोग भाग नहीं पाए उन सब ने मिलकर गली का दरवाज़ा भीतर से बंद कर दिया और पत्थर रख दिया. നോക്കൂ, ജിസ് ഗലി മേ मैं रहता हूँ, ഏതൊരു തെരുവിലായിരുന്നോ ഞാൻ താമസിച്ചിരുന്നത്, മിർസ ഗാലിബ് താമസിച്ചിരുന്നത്, ഏതൊരു തെരുവിലായിരുന്നോ ഞാൻ താമസിച്ചിരുന്നത്, ഉസ്മേ അവിടെ സിർഫ് 10 ബാർ ഗർദെ, ഏകദേശം ഒരു 10-12 വീടുണ്ടായിരുന്നു. ഗലി മേ ഘുസ്നെ കാ സിർഫ് ഏക് ഹി രാസ്ത ധ. അപ്പോൾ മിർസ ഗാലിബ് താമസിക്കുന്നിടത്ത് ഒരു 10-12 വീടുണ്ടായിരുന്നു. ഗലീമേ, ആ തെരുവിൽ ഘുസ്നെ കാ സിർഫ് പ്രവേശിക്കാൻ, ഘുസ്ന എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക, പ്രവേശിക്കുന്നതിന് സിർഫ് ഏക് ഹി രാസ്ത മീൻസ് വഴി, കേവലം ഒരു വഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഗലിയിലോട്ട് പ്രവേശിക്കാൻ ഒരു വഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. വഹാം കൊയ് കുഹാം നഹീദ, അവിടെ ഒരു കുആം എന്ന് പറഞ്ഞാൽ കിണർ, അവിടെ ഒരു കിണർ പോലും ഇല്ലായിരുന്നു. ഓക്കെ, നോക്കാം.
ജോ ലോഗ് ഭാഗ് നഹി പായ്, ഏതൊരു ജനങ്ങൾക്കാണ് അവിടെ നിന്ന് ഓടിപ്പോകാൻ സാധിക്കാത്തത്. ഉൻ സബ് നെ മിൽക്കർ, സബ്നെ മിൽക്കർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചേർന്ന്, അവരെല്ലാവരും ചേർന്ന് ഗലി കാ ദർവാസ ഭീതർ സെ ബന്ദ് കർ ദിയ, ആ തെരുവിലെ വാതിൽ ഭീതർ സെ ബന്ദ് കർ ദിയ എന്ന് പറഞ്ഞാൽ അകത്ത് നിന്ന് പൂട്ടി. അവർ പത്തർ രഖ് ദിയെ, അവിടെ അവരൊരു പത്തർ കല്ല് വെച്ചു. രഖ് ദിയെ മീൻസ് വെച്ചു. അപ്പോൾ അവിടെ ഉള്ള ആളുകളെല്ലാവരും കൂടി അവിടെയുള്ള ഒരേ ഒരു വാതിൽ ഒരു വലിയ പാറക്കല്ല് കൊണ്ട് അടച്ചു. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് പറയുന്നത് ആ ഡൽഹിയിൽ നിന്ന് ഓടിപ്പോകാൻ പറ്റാത്ത ആളുകൾ അവിടെ ആ തെരുവിലെ വാതിലിന് ഒരു വലിയ പാറക്കല്ല് വെച്ച് അത് ബന്ധിച്ചു. ഇനി അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. घरों में खाने पीने का जितना सामान था धीरे धीरे ख़त्म होने लगा. വീടുകളിൽ കഴിക്കാനും കുടിക്കാനുമുള്ള എത്ര സാധനങ്ങളാണോ ഉണ്ടായിരുന്നത് ധീരെ ധീരെ, ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ മെല്ലെ, അതെല്ലാം ഖത്തം ഹോനെ ലഗ. ഖത്തം ഹോന എന്ന് പറഞ്ഞാൽ ഖത്തം എന്ന് പറഞ്ഞാൽ അവസാനിക്കുക. ഓക്കെ, അപ്പോൾ വീട്ടിലെ തിന്നാനും കുടിക്കാനുള്ള എല്ലാ സാധനങ്ങളും അവസാനിക്കാൻ തുടങ്ങി, കഴിയുവാൻ തുടങ്ങി. പാനിക്ക് ബഡി ദിക്കത്ത് ദി, പാനിക്ക് ബഡി ദിക്കത്ത് ദി. ദിക്കത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, മുഷ്കിൽ. അപ്പോൾ വെള്ളത്തിനും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലോഗ് ബഡി സാവധാനി സെ ആഹിസ്ത ആഹിസ്ത ഉസ് പാനി കോ പീ രഹേ थे. അപ്പോൾ ജനങ്ങൾ വളരെ സാവധാനി എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ആഹിസ്ത ആഹിസ്ത സ്വൽപ്പം ഉസ് പാനിക്കോ പി രഹേരെ, ആ വെള്ളത്തെ മെല്ലെ മെല്ലെ കുടിക്കാൻ തുടങ്ങി. ലേക്കിൻ ആഖിർ ബാർ വേ ഗഡേ ബി ഖാലി ഹോ ഗേ, അവസാനം അവരുടെ അവസാനത്തെ കുടം പോലും കാലിയായി. അപ്പോൾ വെള്ളം തീരെ ഇല്ലാത്ത ഒരു അവസ്ഥ ആ തെരുവിൽ വന്നു. അപ്പോൾ അർത്ഥം ശ്രദ്ധിക്കുക. ആഖിർ ബാർ എന്ന് പറഞ്ഞാൽ അവസാനം. ഘടേ ബി കാലി ഹോ ഗയ എന്ന് പറഞ്ഞാൽ ആ കുടം പോലും ശൂന്യമായി. കാലിയാവുക എന്ന് പറഞ്ഞാൽ ശൂന്യമാവുക. ഓക്കെ, അപ്പോൾ ആ തെരുവിലെ അവർ താമസിച്ചിരുന്ന ഭാഗത്തുള്ള കുടത്തിലെ വെള്ളം, അവസാനത്തെ വെള്ളം പോലും അവസാനിച്ചു. ऐसे में गली में रहने वाले 2 दिन और 2 रात तक ഭൂക്കെ പ്യാസെ സമയ കാട്ടുത്തെ രഹെ. ഐസേമേ, ഇങ്ങനെ ആ തെരുവിൽ താമസിക്കുന്നവർ 2 ദിൻ 2 ദിവസവും 2 പകലും ഔർ 2 രാത്ത് 2 രാത്രിയും, 2 പകലും 2 രാത്രിയും ഭൂക്കെ പ്യാസെ സമയ കാട്ടുത്തെ രഹെ. ഭൂക്കെ പ്യാസെ എന്ന് പറഞ്ഞാൽ വിശന്നും ദാഹിച്ചും അവർ സമയം കാട്ടുത്തെ ഹുയെ കഴിച്ചുകൂട്ടി, തള്ളി നീക്കി. ഓക്കെ, അപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ 2 ദിവസം അവർ രാവും പകലും വെള്ളമില്ലാതെ ഒന്നുമില്ലാതെ അവർ കഴിച്ചു കൂട്ടി. ഓക്കെ, നെക്സ്റ്റ്. ലേക്കിൻ ജബ് പ്യാസ് ബർദസ്ത് നെഹി ഹുയി. അപ്പോൾ പക്ഷേ, ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ, ജബ് പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം, അവർക്ക് ദാഹം ബർദസ്ത് സഹിക്കാനാവാതെ. അപ്പോൾ ആ തെരുവിലുള്ള ആളുകൾക്ക് ദാഹം സഹിക്കാതെ വന്നപ്പോൾ तो परेशान लोगों ने गली का दरवाज़ा खोल दिया. പരേഷാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളവർ, ആ തെരുവിലെ ബുദ്ധിമുട്ടുള്ളവർ ഗലി കാ ദർവാസ, ആ തെരുവിലെ വാതിൽ ഖോൽ ദിയ, ഖോൽന എന്ന് പറഞ്ഞാൽ തുറക്കുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, അവർ പാറ കൊണ്ട് അടച്ച ആ വാതിൽ അവർ തുറന്നു. വേ പാനിക്ക് തലാഷ് മേ ബർത്തൻ ലേക്കർ നിക്കൽ പടെ. അവർ പാനിക്ക് തലാഷ് എന്ന് പറഞ്ഞാൽ അന്വേഷണം, അവർ വെള്ളം അന്വേഷിച്ച് ബർത്തൻ ലേക്കർ പാത്രവുമായിട്ട് നിക്കൽപ്പടെ, ബർത്തൻ എന്ന് പറഞ്ഞാൽ പാത്രവുമായിട്ട് അവർ പുറപ്പെട്ടു, ഇറങ്ങി. ലേക്കിൻ പാനി തോ ദൂർ ദൂർ തക്ക് കഹീം നഹീദ. പക്ഷേ വെള്ളം ദൂരെ എന്നും, ദൂർ എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ പോയിട്ടും വെള്ളം തക്ക് കഹീം നഹീദ, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഷോര ബാരൂദ് ബനാനയ്ക്ക് കാമേം ആത്താ ഹെ. ഷോര ബാരൂദ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ചർത്ഥം വെടിമരുന്ന്. ഷോര ബാരൂദ് ഒന്നിച്ച് വരുന്ന അർത്ഥം വെടിമരുന്ന്. ഷോര എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വെടിയുപ്പ്. ഓക്കെ,
അപ്പോൾ ഷോര ബാരൂദ് ബനാനെ കെ കാം മേ ആത്താ ഹെ. ഷോര ബാരൂദ് ബനാനെ കെ കാം മേ ആത്താ ഹെ എന്ന് പറഞ്ഞാൽ വെടിമരുന്നുണ്ടാക്കുന്ന ജോലി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെടിമരുന്നുണ്ടാക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ഉസി ഷേർ കാ പാനി ജബ് ആസ്പാസ് മിലാ തോ ഗലി വാലെ ഉസ് പാനി കോ ഘരോ മേ ലേ ആയെ. ഉസി ഷോരെ കെ പാനി, ആ വെടിയുപ്പിൻ്റെ വെള്ളം, ആ വെടിയുപ്പ് കലർന്ന ആ വെള്ളം ജബ് ആസ്പാസ്, ആസ്പാസ് എന്ന് പറഞ്ഞാൽ അടുത്തായി മിലാത്തോ ലഭിക്കുകയാണെങ്കിൽ ഗലി വാലെ, ആ ഗലിയിൽ താമസക്കാർ, ആ തെരുവിലെ താമസക്കാർ ഉസ് പാനിക്കോ ഘരോ മേ ലേ ആയ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും. ആ ഗലിയിലെ താമസക്കാർ ആ വെള്ളം പോലും കുടത്തിലാക്കി കൊണ്ടുവരും. വൈസെ ജഹരീലെ പാനി കോ പീക്കർ ഹി ഉനോനെ പ്യാസ് ബുജായി. എന്തിനെന്ന് വെച്ചാൽ ആ ജഹരീലെ പാനി, ജഹരീല എന്ന് പറഞ്ഞാൽ വിഷകരമായ ആ വിഷമയമുള്ള ആ വെള്ളത്തെ പീക്കർ കുടിച്ചിട്ട് തന്നെ ഉനോനെ പ്യാസ് ബുജായി. പ്യാസ് ബുജാന എന്ന് പറഞ്ഞാൽ ദാഹം ശമിപ്പിക്കുക, ദാഹം ഇല്ലാതാക്കുക. അപ്പോൾ അവർ ആ വിഷാംശമുള്ള വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ ദാഹം ഇല്ലാതാക്കിയിരുന്നത്. വഹ് പാനി ഇത്തന കടുവ और बदबूदार था कि लगा जैसे पानी नहीं മൗത്ത് പി രഹേ ഹോ. ആ വെള്ളം ഇത്ര കടുവ എന്നുള്ളത് കയ്പ്പ്, ഇത്ര കയ്പേറിയതും അതുപോലെ ബദ്ബൂദാർ എന്ന് പറഞ്ഞാൽ ദുർഗന്ധമുള്ള, ഇത്ര കയ്പേറിയതും ദുർഗന്ധമുള്ളതുമായിരുന്നു. എത്ര ലഗ ജൈസെ പാനി നെഹി മൗത്ത് പീ രഹോ. അത് കുടിക്കുമ്പോൾ തോന്നും വെള്ളമല്ല കുടിക്കുന്നത്, മരണത്തെയാണ്, മൗത്ത് എന്ന് പറഞ്ഞാൽ മരണത്തെയാണ് കുടിക്കുന്നത് എന്ന് തോന്നിപ്പോകുമായിരുന്നു. അത്രയും വിഷാംശമുള്ള കയ്പുള്ള ദുർഗന്ധമുള്ള വെള്ളമാണ് ആ ഗ്രാമത്തിലെ ആളുകൾ അക്കാലത്ത് കുടിച്ചിരുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം മരണമാണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ അത്രയും വിഷാംശമുള്ള വെള്ളമാണ് കുടിച്ചിരുന്നത് ബുദ്ധിമുട്ടി. ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, ശ്രദ്ധിക്കുക. ലഗ ജൈസെ പാനി നഹി മൗത്ത് പി രഹേ ഹോ യഹാം കിസ് ഹാലത്ത് കി ഓർ സങ്കേത് ഹെ. തോന്നുന്നു വെള്ളമല്ല കുടിക്കുന്നത്, മരണത്തെയാണ് കുടിക്കുന്നത്. ഇവിടെ ഏത് അവസ്ഥയെക്കുറിച്ചാണ് സൂചന നൽകുന്നത്? ഹാലത്ത് എന്ന് പറഞ്ഞ അവസ്ഥ, ഏത് അവസ്ഥയിലേക്കാണ് ഇത് സൂചന നൽകുന്നത്? എന്തായിരിക്കും ഇവിടെ അർത്ഥം? വെള്ളമല്ല കുടിക്കുന്നത്, മരണത്തെയാണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ വെള്ളമില്ലാതെ ദാഹിച്ച് വലഞ്ഞ് അല്ലേ കിട്ടിയ വെള്ളം കുടിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, പാനിക്ക് അഭാവ് കോ യഹാം പർ സങ്കേത് കിയാ ഗയാ ഹെ. വെള്ളത്തിൻ്റെ അഭാവത്തെക്കുറിച്ചാണ് ഇതിലൂടെ നമ്മളോട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഏക് ദിൻ ബർസാത്ത് ഹുയി. ഒരു ദിവസം മഴ പെയ്തു. ബർസാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം മഴക്കാലം എന്നുണ്ട്, ഇവിടെ മഴ പെയ്തു എന്നുള്ള അർത്ഥമാണ്. കൂബ് പാനി ബർസ, നന്നായിട്ട് മഴ പെയ്തു. ഹംനെ ഏക്ക് ചാദർ ബാന്ധ് ലി ഔർ ഏക്ക് മടുക്ക ഉസ്കെ നീച്ചെ രഖ് ദിയ. ഞങ്ങളൊരു ചാദർ മീൻസ് പുതപ്പ്, ബാന്ധ് എന്ന് പറഞ്ഞാൽ കെട്ടുക. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പുതപ്പ് കെട്ടിയിട്ട് ഔർ ഏക്ക് മടുക്ക, ഒരു കുടം, മടുക്ക മീൻസ് കുടം, ഒരു കുടം ഉസ്കെ നീച്ചെ രഖ് ദിയ, അതിൻ്റെ താഴെ വെച്ചു. വഹ് പാനി ഹി ഉസ് വക്ത് ഹമാരെ ലിയെ സബ്സെ ബഡി ദൗലത്ത് ദി. പിന്നീട് അങ്ങോട്ട് ആ വെള്ളമായിരുന്നു, ആ മൺകലത്തിൽ നിറച്ച് വെച്ച വെള്ളമായിരുന്നു ആ സമയത്തൊക്കെ ബഡി ദൗലത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത്, ഞങ്ങളുടെ പിന്നെ വെള്ളമായി ഉപയോഗിച്ചിരുന്നത് ആ മഴവെള്ളമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിലൂടെ പറയുന്നത് വഹ് പാനി ഹി ഉസ് വക്ത് ഹമാരെ ലിയെ സബ്സെ ബഡി ദൗലത്ത് ദി. അപ്പോൾ അവിടെ ദൈവം കനിഞ്ഞ് മഴ പെയ്യുകയും ആ മഴവെള്ളം ശേഖരിക്കുകയും പിന്നീട് അങ്ങോട്ട് ആ മഴവെള്ളമായിരുന്നു അവരുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതായത് അവർക്ക് വെള്ളം കിട്ടാതെ ഒരുപാട് ദൂരങ്ങളിൽ പോയിട്ട് വിഷാംശമുള്ള ജലങ്ങളൊക്കെയാണ് അവർ കുടിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി മഴ പെയ്തത് കാരണം അവർ ഒരു മൺകലത്തിൽ ശേഖരിച്ച് വെക്കുകയും അത് അവർ കുടിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് അവരുടെ ബുദ്ധിമുട്ടുകളായിരുന്നു. ഇനി അടുത്ത പാരഗ്രാഫ് മുതൽ നമ്മൾ ഓരോ കഥാപാത്രങ്ങളെ പരിചയപ്പെടുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കൂ, അസലി മുസീബത്ത് 5 अक्टूबर 1857 को आई.
ജബ് കുച്ച് അംഗ്രേസ് മേരെ ഘർ മേ ഘുസ് ആയെ. അപ്പോൾ അസലി മുസീബത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആപത്ത്. ഞങ്ങൾക്ക് യഥാർത്ഥ ആപത്ത് വന്നത് 5 അക്ടോബർ ഒക്ടോബർ 5-ാം തീയതി 1857 को ആയി. 1857 ഞങ്ങളുടെ യഥാർത്ഥ ബുദ്ധിമുട്ടുണ്ടായത്. വെള്ളം കിട്ടാത്തതും ഒന്നും ഞങ്ങളുടെ ബുദ്ധിമുട്ടായിരുന്നില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നാണ് വന്നത് ഒക്ടോബർ 5, 1857. ജബ് കുച്ച് അംഗ്രേസ് മേരെ ഘർ മേ ഘുസ് ആയെ. ഘുസ് ആയ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക. അന്ന് ആ ദിവസം കുറച്ച് അംഗ്രേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രിട്ടീഷുകാർ മേരെ ഘർ മേ ഘുസ് ആയെ, എൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു, കടന്നു വന്നു. उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों को साथ ही कुछ पड़ोसियों को भी गिरफ्तार कर दिया. അദ്ദേഹം മേരെ സാത്ത് എൻ്റെ കൂടെ തന്നെ എൻ്റെ 2 കുട്ടികളെയും അവർ നൗക്കരോക്കെ, നൗക്കർ എന്ന് പറഞ്ഞാൽ ജോലിക്കാർ, വേലക്കാർ, തൻ്റെ വേലക്കാരെയും അതിനോടൊപ്പം കുച്ച് പടോസി എന്ന് പറഞ്ഞാൽ അയൽവാസികളെയുമെല്ലാം ഗിരഫ്താർ കർ ദിയ, അറസ്റ്റ് ചെയ്തു. ഞങ്ങളെ എല്ലാവരെയും ബ്രിട്ടീഷുകാർ വന്ന് അറസ്റ്റ് ചെയ്തു ഒക്ടോബർ 5-ാം തീയതി വന്ന്. ഓക്കെ. വഹാം സെ കുച്ച് ദൂരി പർ कर्नल ബ്രൗൺ നാം കാ ഏക് അംഗ്രേസ് അഫ്സർ ദ. അവിടെ കുറച്ച് ദൂരെയായിട്ട് കേണൽ ബ്രൗൺ എന്ന പേരുള്ള ഏക് അംഗ്രേസ് അഫ്സർ എന്ന് പറഞ്ഞാൽ ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു അടുത്ത കഥാപാത്രത്തിൻ്റെ പേര് ശ്രദ്ധിക്കുക, കേണൽ ബ്രൗൺ. ഓക്കെ, അത് മറക്കരുത്. അപ്പോൾ കേണൽ ബ്രൗൺ എന്ന പേരുള്ള ഒരു അംഗ്രേസ് ഓഫീസർ ഉണ്ടായിരുന്നു. गिरफ्तार किए गए लोग एक कर उसके सामने पेश किए जा रहे थे. അങ്ങനെ ഗിരഫ്താർ എന്ന് പറഞ്ഞാൽ തടവിലാക്കപ്പെട്ട, ഗിരഫ്താർ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഞങ്ങളെ ഓരോരുത്തരായി ഉസ്കെ സാമനെ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പേഷ് കിയെ ജാ രഹേ थे, പേഷ് കിയ എന്ന് പറഞ്ഞാൽ ഹാജരാക്കിക്കൊണ്ടിരുന്നു. ബ്രൗൺ കാ ചേഹര സുർഖ്ത. ആ കേണൽ ബ്രൗണിൻ്റെ ചേഹര, ഫേസ് എങ്ങനെയായിരുന്നു? സുർഖ്ത, വളരെ ചുവന്ന് തുടുത്തതായിരുന്നു. മുഖം തുടുത്ത ഒരു ചേഹര, ഫേസായിരുന്നു അദ്ദേഹത്തിൻ്റെ. ആംഖം ബി ലാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളും വളരെ ചുവന്ന് തുടുത്തതായിരുന്നു. ഉസ്കി ഊഞ്ചായി 6 ഫൂട്ട് സെ ബി ജ്യാദാ ദി. 6 ഫൂട്ട് എന്ന് പറഞ്ഞാൽ അടി. അദ്ദേഹത്തിൻ്റെ ഉയരം, ഊഞ്ചായി മീൻസ് ഉയരം, അദ്ദേഹത്തിൻ്റെ ഉയരം 6 ഫൂട്ട് സെ 6 അടിക്കും ജ്യാദാ ദി കൂടുതലായിരുന്നു. 6 അടിക്ക് മുകളിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉയരം. ഉസ്നെ മുജ്സെ പൂച്ച, അദ്ദേഹം എന്നോട് ചോദിച്ചു, ആപ്പ് ക്യാ കർത്തേ ഹേ, താങ്കൾ എന്ത് ചെയ്യുന്നു എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. മേംനെ കഹ ഉറുദു മേ കവിത ലിഖ്താ ഹോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉറുദുവിൽ കവിത എഴുതുന്ന ആളാണ്. തോ തും പോയിറ്റ് ഹോ ഉസ്നെ കഹ. അപ്പോൾ അയാൾ പറഞ്ഞു, നീ കവിയാണോ? പോയിറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേർഡാണ്. നീ കവിയാണോ? മേനെ സിർ ഹിലാക്കർ ഹാമി ബരി ഹാം. ഞാൻ എൻ്റെ തല ഇളക്കിക്കൊണ്ട് ആംഗ്യം കാണിച്ചു. ഹാം, അതെ. അപ്പോൾ മിർസ ഗാലിബിനോട് ചോദിക്കുകയാണ്, നീ കവിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഹാം തലയാട്ടിക്കൊണ്ട്, സിർഹിലാക്കർ എന്ന് പറഞ്ഞാൽ തലയാട്ടിക്കൊണ്ട് ഹാമി ബരി എന്ന് പറഞ്ഞു. മേരെ ജവാബ് സെ ബ്രൗൺ കോ ഖുഷ് ഹുയി. എൻ്റെ ഉത്തരം കേട്ടപ്പോൾ ബ്രൗണിന് വളരെ ഖുഷി ഹുയി, സന്തോഷം ഉണ്ടായി. उसने अपने सिपाहियों को हुक्म दिया, इसको इज्जत के साथ घर वापस छोड़ आओ. സിപ്പാഹി എന്ന് പറഞ്ഞാൽ പട്ടാളക്കാർ. അദ്ദേഹം തൻ്റെ പട്ടാളക്കാരോട് ഹുക്കും എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കുക. തൻ്റെ പട്ടാളക്കാരെ വിളിച്ച് ആജ്ഞാപിച്ചു, ഇൻകോ ഇസ്സത്ത് കെ സാത്ത്, ആദരവോടെ, ഇദ്ദേഹത്തെ ആദരവോട്. അപ്പോൾ ഇൻകാ ഇസ്സത്ത് കെ സാത്ത് ഘർ വാപ്പസ് ചോട് ആവോ. വാപ്പസ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ. അപ്പോൾ ഈ കേണൽ ആജ്ഞാപിക്കുകയാണ് ഭടന്മാരോട്,
ഇയാളെ വളരെ ആദരവോടുകൂടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. വരൂ, मैंने कर्नल ब्राउन से निवेदन किया कि मेरे साथ गिरफ्तार किए गए पड़ोसी बेहद सीधे साधे लोग हैं, उन्हें भी रिहा कर दिया जाए. मैम ने कर्नल ब्राउन से, ഞാൻ കേണൽ ബ്രൗണിനോട് നിവേദൻ കിയ, അപേക്ഷിച്ചു. എന്ത്? മേരെ സാത്ത് ഗിരഫ്താർ കിയെ, എൻ്റെ കൂടെ പിടിക്കപ്പെട്ടിട്ടുള്ള, തടവിലാക്കപ്പെട്ടിട്ടുള്ള ഈ പടോസി, ഈ എൻ്റെ അയൽവാസികൾ, ബേഹദ് സീത എന്ന് പറഞ്ഞാൽ വളരെ സാധാരണ ജനങ്ങളാണ്, സാധാരണ പാവങ്ങളാണ്. ഉനേം ബി റിഹ കർ ദിയാ ജായ്, റിഹ എന്ന് പറഞ്ഞാൽ വിട്ടയക്കുക, അവരെ കൂടി എൻ്റെ കൂടെ വിട്ടയക്കണം. യേ ലോഗ് ബി കവിത കർത്തേ ഹേ, മേംനെ കഹ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരും കവിത എഴുതുന്ന ആളുകളാണ് എന്ന് ഞാൻ കേണലിനോട് പറഞ്ഞു. ആ ടെക്സ്റ്റിൻ്റെ മുകളിൽ കൊടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഇൻകോ ഇജ്ജത്ത് കെ സാത്ത് ഘർ വാപ്പസ് ചോട് ആവോ, ബ്രൗൺ കെ സ്വഭാവ് കി കോൺ സി വിശേഷത യഹാം പ്രകട് ഹോത്തി ഹെ. ഇൻകോ ഇജ്ജത്ത് കെ സാത്ത്, ഇവരെ ആദരവോടുകൂടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടൂ. ബ്രൗൺ കെ സ്വഭാവ് കി, ബ്രൗണിൻ്റെ സ്വഭാവത്തിലെ കോൺസി വിശേഷത, എന്ത് വിശേഷണമാണ് യഹാം പ്രകട് ഹോത്തി ഹെ, ഇവിടെ പ്രകടമാക്കുന്നത്. എന്തായിരിക്കും? കവിത और കവി दोनों को ബ്രൗൺ बहुत പസന്ത് करते हैं, അല്ലേ? കവിയെയും ബ്രൗൺ വളരെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ. കേണലിനെ ഉൻകോ ബി ഘർ ജാനേക്ക് ഇജാസത്ത് ദേദി, അങ്ങനെ കേണൽ മറ്റുള്ളവർക്ക് കൂടി, അയൽവാസികൾക്ക് കൂടി വീട്ടിലേക്ക് പോകാനുള്ള അനുമതി നൽകി. ഓക്കെ. ഇസ് തരഹ് കവിത കെ കാരൺ ഉസ് रोज़ करीब 50 ആത്മിയോं की जानें ബച്ച് ഗൈ. ഓക്കെ. അപ്പോൾ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ അനുവാദം, എഴുതി വയ്ക്കുക, അനുവാദം. ഇത്തരത്തിൽ കവിതാക്കെ കാര്യം, കവിത ഉള്ളൊരു കാരണം, ഒരു കവിയായത് കാരണം, ഉസ് റോസ് ആ ദിവസം, കരീബ് ഏകദേശം, 50 ആത്മീയം കി 50ഓളം വ്യക്തികൾക്ക്, ജാൻ ബച്ച് ഗൈ ജീവൻ തിരിച്ചു കിട്ടി. അപ്പോൾ കവിത അറിയുന്നത് കാരണം അവിടെയുള്ള 50ഓളം ആളുകൾക്ക് ജീവൻ തിരിച്ചു കിട്ടി. അപ്പോൾ ഈ ഭാഗം ഒന്ന് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ആ വിഷാംശമുള്ള വെള്ളം കുടിച്ച ആ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗം ഒന്ന് നന്നായിട്ട് വായിക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ശ്രദ്ധിക്കുക. ഹം ഗലി വാലോं ने तो किसी तरह अपने प्राण बचा लिए, मगर मैं उन हज़ारों अभागे दिल्ली वालों के बारे में क्या कहूँ जो हवालात और कैद खाने में बंद कर दिए गए थे. നോക്കൂ. ഹം ഗലി വാലോം ने, ഞങ്ങൾ തെരുവുവാസികൾ ആണെങ്കിൽ, കിസി തര അപ്ര പ്രാൺ ബച്ചാലിയെ, ഒരു തരത്തിൽ ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടി. മകൾ പക്ഷേ, മേം ഉൻ ഹസാരോം അഭാഗ്യ ദില്ലി വാലോം കെ, അഭാഗ്യ എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവാന്മാരായ, ഹസാരോ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് നിർഭാഗ്യവാന്മാരായ ഡൽഹിക്കാരെ കുറിച്ച് മേം ക്യാ കഹും, ഞാൻ എന്താണ് പറയുക. ജോ ഹവാലാത്ത് ഔർ കൈദ് ഖാനെ മേ ബന്ദ് കർ ദിയേ ഗയേ. ഹവാലാത്ത് എന്ന് പറഞ്ഞാൽ തടവറ, കൈദ് ഖാനെ ജയിൽ. അപ്പോൾ അവർ കസ്റ്റഡിയിലോ അല്ലെങ്കിൽ ജയിലിലോ ഒക്കെ ബന്ധിച്ചിട്ടുള്ള ഒരുപാട് പേര്, ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരെക്കുറിച്ച് ഞാൻ എന്താണ് നിങ്ങളോട് പറയുക എന്നാണ് പറയുന്നത്. ജയിൽ ഷഹർ സെ ബാഹർ ദി ഓർ ഹവാലാത്ത് ദില്ലി കെ ഭീത്തർ. അപ്പോൾ ജയിൽ എവിടെയായിരുന്നു? ജയിൽ പട്ടണത്തിൻ്റെ ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്, ജയിൽ പട്ടണത്തിന് പുറത്തായിരുന്നു ജയിൽ. അപ്പോൾ ഹവാലാത്ത് കസ്റ്റഡി എവിടെയായിരുന്നു? തടവറ ഉണ്ടായിരുന്നത് ദില്ലിക്ക് ഭീത്തർ, ഡൽഹിക്ക് അകത്ത് തന്നെ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഇൻ ദോനോ ഹി ജഗഹോं में बेशुमार बेगुनाहों को
ठूस ठूस कर भर दिया गया था, इस कदर भर दिया गया कि लगता था ആത്മീ के भीतर ആത്മീ के समाए जा रहे हो. ബേഷുമാർ എന്ന് പറഞ്ഞാൽ നിരപരാധികൾ, ടൂസ് ടൂസ് എന്ന് പറഞ്ഞാൽ കുത്തി നിറയ്ക്കുക. ഇൻ ദോനം ജഗവുമേ, ഇവിടെ രണ്ട് സ്ഥലങ്ങളിലും, ആ തടവറയിലും ജയിലുകളിലൊക്കെ നിരപരാധികളായ ആളുകളെ കുത്തി നിറച്ചിരുന്നു. ഓർ ഇസ് കദർ ബർ ദിയാ ഗയ, എന്താ കദർ എന്ന് പറഞ്ഞാൽ, ഇസ് കദർ ബർ ദിയാ ഗയ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നിറച്ചിരുന്നു, ഇത്തരത്തിൽ കുത്തി നിറച്ചിരുന്നു. കി ലഗ്താ ഹെ, എങ്ങനെ, ആത്മീക്കെ ഭീതർ ആത്മീക്കെ സമായ, ഒരാൾക്ക് മുകളിൽ ഒരാൾ, അപ്പോൾ ഇങ്ങനെ മേലയ്ക്ക് മേലെ മുകളിൽ ഒരാളുടെ മുകളിൽ മറ്റൊരാളായിട്ട് സമായ ജാരഹാഹോ, കുത്തി നിറച്ചിരുന്നു. സമായ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക. ഓക്കെ. സാംസ് ലേനമേ ബി ദിക്കത്ത് ഹോ രഹീരി. സാംസ് എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കാൻ പോലും ദിക്കത്ത് ഹോ രഹീരി, ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഓക്കെ. ഇൻ ദോനോം ഹി കൈദ് ഖാനോം കെ ബന്ദിയോം കോ ബാദ് മേ ഫാംസി ദേ ദി ഗയി. ഇൻ ദോനോ ഹി കൈദ് ഖാനോം കെ ബന്ദിയോം, ഇങ്ങനെ തടവിലാക്കപ്പെട്ട ജയിലിലാക്കപ്പെട്ട മുഴുവൻ ബന്ദികളെയും എന്താ ചെയ്തിരുന്നവർ, ബാദ്മേ ശേഷം, ഫാംസി ദേ ദി ഗയി. ഫാംസി ദേന എന്ന് പറഞ്ഞാൽ തൂക്കിലേറ്റുക. ഓക്കെ. ഇത്തരത്തിൽ തടവുകാരെയൊക്കെ അവർ ലാസ്റ്റ് തൂക്കിലേറ്റിയിരുന്നു. നമ്മൾ വാഗൺ ട്രാജഡിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അല്ലേ, ഒരു ബോഗിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അധികം ആളുകളെ കുത്തി നിറച്ച് അവരൊക്കെ മരണപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. നെഹി മാലൂം കിത്തിനെ ലാഖ് ലോഗ് മർ ഡാലേഗയെ, അറിയില്ല എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചതെന്ന് അറിയില്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ സ്വാതന്ത്ര്യ സമരകാലത്ത് നമുക്കറിയാൻ പറ്റും ഒരുപാട് ആളുകൾ അല്ലേ ജീവൻ ബലിയർപ്പണം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ഈ പാരഗ്രാഫിൽ പറഞ്ഞത് ഒന്നുകൂടി ആലോചിക്കുക. ലക്ഷക്കണക്കിന് വരുന്ന നിരപരാധികളായ ആളുകളെ ജയിലുകളിലും മറ്റും പീഡിപ്പിച്ച് അവരെ കുത്തി നിറച്ച്, ജയിലുകളിലൊക്കെ കുത്തി നിറച്ച് പീഡനം ഏൽപ്പിച്ചിട്ട് ലാസ്റ്റ് അവസാനം അവരെ തൂക്കിലേറ്റുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു അല്ലേ. അതാണ് ഈ പാഠത്ത് പഠിച്ചത് നമ്മൾ. നെക്സ്റ്റ് പേര, ഈ മേം അബ് കുച്ച് ഹി ഹസാർ ലോഗ് ബच्चे होंगे, बाकी सब अंग्रेज़ों के गुस्से का शिकार हो गए, बचे सिर्फ वे जो दिल्ली से भाग गए, वे लोग खुशकिस्मत थे वरना उन्हें भी फांसी दे दी जाती, दिल्ली में रहना ही उन दिनों मानो अपराध हो गया था, दिल्ली में अब कुछ ही हज़ार लोग बचे हो गए എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഇപ്പോൾ കുറച്ച് ആയിരക്കണക്കിന് ആളുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ബാക്കി സബ് അഗ്രംസോക്കെ ഗുസ്സേക്ക ഷിക്കാർ ഹോ ഗയെ, ബാക്കി മുഴുവൻ ആളുകളും ബ്രിട്ടീഷുകാരുടെ ഗുസ്സെ എന്ന് പറഞ്ഞാൽ ദേഷ്യം, ഷിക്കാർ എന്ന് പറഞ്ഞാൽ ഇര, ബ്രിട്ടീഷുകാരുടെ ദേഷ്യത്തിന് ഇരയായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ ആക്രമിച്ചിരുന്നു. ബച്ചെ സിർഫ് വേ ജോ ദില്ലി സെ ഭാഗ് ഗയെ, ആരാണോ ഡൽഹിയിൽ നിന്ന് ഓടിപ്പോയത് അവർ മാത്രമാണ് രക്ഷപ്പെട്ടിരുന്നത്. വേ ലോഗ് കുഷ് കിസ്മത്ത് ദേ, കുഷ് കിസ്മത്ത് എന്ന് പറഞ്ഞാൽ ഭാഗ്യവാന്മാർ. ആ ജനങ്ങൾ, ആ ഓടിപ്പോയ ആളുകൾ ഭാഗ്യവാന്മാരായിരുന്നു. വർണ്ണ ഉനേബി ഫാംസി ദേ ദി ജാതി, എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഓടിപ്പോയില്ലായിരുന്നുവെങ്കിൽ അവരെ കൂടി തൂക്കിലേറ്റുമായിരുന്നു. ദില്ലി മേം രഹനാ ഹി ഉൻ ദിനോം മാനോ അപരാധ് ഹോ ഗയാ ഥാ, ഡൽഹിയിൽ അന്നത്തെ കാലത്ത് താമസിക്കുക എന്നത് ഒരു അപരാധമായി, ഒരു തെറ്റായി തോന്നുമായിരുന്നു. ആ കാലത്ത് ഡൽഹിയിൽ താമസിക്കുക എന്നത് ഒരു അപരാധമായി തോന്നിയിരുന്നു എന്നതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ. മേരി പെഹ്ചാൻ കാ ബിഷ്തി ദ ചിരാഗ് അലി, മേരി പെഹ്ചാൻ എന്ന് പറഞ്ഞാൽ അറിയുന്ന, ചിഷ്ടി എന്ന് പറഞ്ഞാൽ, ബിഷ്ടി എന്ന് പറഞ്ഞാൽ വെള്ളം ചുമക്കുന്ന ആൾ, വെള്ളം ചുമന്ന് കൊണ്ടുപോകുന്ന ആൾ. എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ, വെള്ളം ചുമന്ന് കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു ചിരാഗ് അലി. ബെഹദ് സീത ആത്മി, വളരെ ഒരു നല്ല മനുഷ്യൻ. സീതാത്മി എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യൻ. रोज़ सुबह शाम नहर का पानी
अपनी मश्क में बढ़ता और अल्लाह के गुण गाता हुआ सड़कों को सींचा करता. അദ്ദേഹം എല്ലാ ദിവസവും അതിരാവിലെ, റോസ് എന്ന് പറഞ്ഞാൽ അതിരാവിലെ സുബഹ് ഷാം നെഹർ, രാവിലെയും വൈകുന്നേരവും, നെഹർ മീൻസ് തോട്ടിലെ വെള്ളം അപ്നി മഷ്ക് എന്ന് പറഞ്ഞാൽ തുകൽ കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം, തൻ്റെ തുകൽ കൊണ്ടുണ്ടാക്കിയ മഷ്കിൽ വെള്ളം നിറക്കുകയും അള്ളാഹ്ക്കെ ഗുണ ഗാത്താ ഹുവ, അള്ളാഹുവിൻ്റെ ഗുണഗാനം ആലപിച്ചുകൊണ്ട് സടക്കോങ്കോ സീഞ്ച കടത്ത, റോഡ് നനയ്ക്കുമായിരുന്നു. സീഞ്ച എന്ന് പറഞ്ഞാൽ നനയ്ക്കുക. അപ്പോൾ പറഞ്ഞത് നമ്മുടെ മിർസ ഗാലിബിൻ്റെ പരിചയത്തിലുള്ള ഒരാളായിരുന്നു ചിരാഗ് അലി. അദ്ദേഹം രാവിലെയും വൈകുന്നേരവും തോട്ടിൽ നിന്ന് തൻ്റെ തോൽസഞ്ചിയിൽ വെള്ളമെടുത്തു കൊണ്ടുവന്ന് റോഡ് നനയ്ക്കുമായിരുന്നു. അങ്ങനത്തെ ഒരാളായിരുന്നു ചിരാഗ് അലി. ഓക്കെ. खाने के लिए जो भी रूखी सूखी मिल जाती उसी को गले के नीचे उधार अपने में मग्न रहता. खाने के लिए ഭക്ഷണത്തിന് വേണ്ടി ജോ ബി രൂക്കി സൂക്കി, ഉണങ്ങിയതും വരണ്ടതും എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഉസിക്കോ അതിനെ ഗലേക്കെ നീച്ചെ, ഗലയെന്ന് പറഞ്ഞാൽ കഴുത്ത്, നീച്ചെ ഉദാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കർത്ഥം കഴിക്കുക എന്നതാണ് ഇടാം. നീച്ചെ ഉദാർ അപ്നെ മേ മഗ്ന രഹത്ത, അത് കഴിച്ചുകൊണ്ട് അതിൽ മുഴുകുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഉണങ്ങിയ ഭക്ഷണം എവിടെന്നെങ്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ, പഴകിയ ഭക്ഷണമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് കഴിച്ച് തൻ്റെ ജോലിയിൽ മുഴുകിയിരുന്നു. അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ. एक रोज़ दिल्ली के बड़े हाकिम हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे, चिराग अली सड़क सींचा रहा था. അപ്പോൾ एक रोज़ दिल्ली के बड़े हाकिम എന്ന് പറഞ്ഞ ഓഫീസർ, എല്ലാ ദിവസവും ഡൽഹിയിലെ വലിയ ഓഫീസറായ ഹഡ്സൺ സാഹബ്, അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രദ്ധിക്കുക, ഹഡ്സൺ സാഹബ് ജബ് സടക്ക് സെ അപ്നെ ഘോഡെ പർ സവാർ ഹോക്കർ, എപ്പോഴും റോട്ടിലൂടെ അപ്നെ ഘോഡെ പർ സവാർ ഹോക്കർ, ഘോഡ മീൻസ് കുതിരപ്പുറത്ത് സവാരിയായിട്ട് നിക്കൽ രഹേരെ പുറപ്പെടുമായിരുന്നു. ചിരാഗ് അലി സടക്ക് സീഞ്ച് രഹാദ, ഈ സമയത്ത് ചിരാഗ് അലി തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, റോഡ് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. ആ സമയത്താണ് ഹഡ്സൺ സാഹിബിൻ്റെ വരവ്. അദ്ദേഹം എന്നും ഇങ്ങനെ റോന്ത് ചുറ്റുമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ചിരാഗ് അലി റോഡ് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്നെ ഹഡ്സൺ സാഹിബ് കോ സലാം നഹി കിയ ഈശ്വർ കെ ഗുണ ഗാത്ത രഹ, അയാൾ ചിരാഗ് അലി ഹഡ്സൺ സാഹിബ് കോ സലാം നഹി കിയ, ഹഡ്സൺ സാഹിബിനെ വണങ്ങിയില്ല. സലാം എന്ന് പറഞ്ഞാൽ വണങ്ങുക, ആദരിക്കുക, ആദരിച്ചില്ല. ഈശ്വർ കെ ഗുണ ഗാത്ത രഹ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഗുണഗാനം ഇങ്ങനെ ആലപിച്ചു കൊണ്ടിരുന്നു. ഓക്കെ. അപ്പോൾ ഹഡ്സൺ സാഹിബിന് ഇങ്ങനെ റോന്ത് ചുറ്റുന്ന സമയത്ത് ചിരാഗ് അലി അതൊന്നും വകയ്ക്കാതെ അദ്ദേഹം ജോലിയിൽ മുഴുകിയിരുന്നു. ഹഡ്സൺ സാഹിബ് കോ ഗുസ്സായ, ഹഡ്സൺ സാഹിബിന് ആകെ ദേഷ്യം വന്നു. ഉന്നോനെ അപ്പനി തൽവാർ സെ അബാഗെ ചിരാഗ് അലി കോ പീട്ട് ചീർ ഡാല, അദ്ദേഹം തൻ്റെ തൽവാർ എന്ന് പറഞ്ഞാൽ വാൾ, തൻ്റെ വാൾ കൊണ്ട് അബാഗെ ചിരാഗ് അലിക്കോ, അബാഗെ എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവാനായ, ആ നിർഭാഗ്യവാനായ ഇന്നസെൻ്റായ നിഷ്കളങ്കനായ ആ ചിരാഗ് അലിയെ വയർ കീറി, പേട്ട് ചീർഡാല എന്ന് പറഞ്ഞാൽ വയർ കുത്തി കീറി. ഉസ്കി ലാഷ് ദില്ലി ദർവാസപ്പർ ടാങ്ക് ദി, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശവശരീരം, ലാഷ് എന്ന് പറഞ്ഞാൽ ശവശരീരം, അദ്ദേഹത്തിൻ്റെ മൃതദേഹം എന്ത് ചെയ്തു, ദില്ലി ദർവാസപ്പർ ടാങ്ക് ദി, ടാങ്കിനാന്ന് പറഞ്ഞാൽ തൂക്കിയിടുക, അങ്ങനെ ഡൽഹി ഗേറ്റിൽ തൂക്കിയിട്ടു. ഓക്കെ. ഇനിയും हडसन साहब ने बहादुर शाह जफ़र के दोनों बेटों शाहज़ादा फसल और मिर्ज़ा अबू बकर का भी खून कर उनके सिर दिल्ली दरवाजे पर लटका दिए थे. ഇതുപോലെ ഹഡ്സൺ സാഹബ് ബഹാദുർ ഷാ ജഫർ ചക്രവർത്തിയായ ബഹാദുർ ഷാ സഫറിൻ്റെ ദോനോം ബേട്ടോം രണ്ട് മക്കളായ ഷഹസാദ ഫസലിനെയും മിർസ അബൂബക്കറിനെയും രണ്ട് കുട്ടികളെയും കൂൻകർ കൊലപ്പെടുത്തിയിട്ട് ഉൻകെ സിർ അവരുടെ തലകൂടി ദില്ലി ദർവാസേപ്പർ ലഡ്കാ ദിയേത്, ലഡ്ക എന്ന് പറഞ്ഞാലും നേരത്തെ പറഞ്ഞ പോലെ തൂക്കിയിടുക, അവരുടെ തലകളും ഈ രാജാവിൻ്റെ കുട്ടികളുടെ തലകളും ഡൽഹി ഗേറ്റിൽ തൂക്കിയിട്ടിരുന്നു.
अडसन को हिंदुस्तानियों का खून करने में बड़ा मज़ा आता है. ഈ അഡ്സൺ സാഹിബിന്, ബ്രിട്ടീഷുകാരനായ അഡ്സൺ സാഹിബിന് ഇന്ത്യക്കാരുടെ കൂൻ എന്ന് പറഞ്ഞാൽ രക്തം, ബ്ലഡ്, ഇന്ത്യക്കാരുടെ രക്തം ചീന്തുക എന്നത് ബഡ മസ ആത്താല, അതിൽ വലിയ രസം കണ്ടെത്തിയിരുന്നു, ആനന്ദം കണ്ടെത്തുക. മസ മീൻസ് ആനന്ദം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫിൽ ശ്രദ്ധിക്കാനുള്ളത് ഇത് ചിരാഗ് അലിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ചിരാഗ് അലി എങ്ങനത്തെ ആളായിരുന്നു? രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൻ്റെ ഗുണങ്ങളൊക്കെ പാടിപ്പുകഴ്ത്തിയിട്ട് 2 നേരവും റോഡ് നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെയാണ് അഡ്സൺ സാഹിബ് വന്ന് വയറ് കുത്തി തൻ്റെ ശവം ഇന്ത്യ ഗേറ്റിൽ കൊണ്ട് തൂക്കിയത്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് സമാചാർ ഉണ്ടാക്കാൻ ചോദിക്കുന്നുണ്ട്. സമാചാർ എന്ന് പറഞ്ഞാൽ പത്ര റിപ്പോർട്ട്. അപ്പോൾ പത്ര റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഈ ഭാഗത്തു നിന്നാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫ് നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഓക്കെ. അപ്പോൾ പത്ര റിപ്പോർട്ട് ഉണ്ടാക്കാനുള്ള മോഡൽസൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കുക. മേരെ പടോസ് മേ ഏക് ഗരീബ് ഔരത്ത് മെഹറുന്നീസ രഹത്തി ഹെ. എൻ്റെ പടോസ്, അയൽവാസി, എൻ്റെ അയൽവാസിയിൽ ഒരു ഗരീബ് ഔറത്ത്, ദരിദ്രയായ സ്ത്രീ, ഒരു ദരിദ്രയായ സ്ത്രീ, മെഹറുന്നീസ എന്ന പേരുള്ള ഒരു ദരിദ്ര സ്ത്രീ താമസിച്ചിരുന്നു. ഓക്കെ. എൻ്റെ അയൽവാസിയിൽ മിർസ ഗാലിബ് പറയാണ്, എൻ്റെ അയൽവാസിയിൽ ഒരു പാവ സ്ത്രീയായ മെഹറുന്നീസ താമസിച്ചിരുന്നു. ഓരോ പാരഗ്രാഫ് വായിക്കുമ്പോഴും അതിലെ കഥ മനസ്സിലാക്കണം. ഓക്കെ. ഇതിൽ മെഹറുന്നീസ എന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. ബാക്കി നോക്കൂ. ഉസ്കെ പതി കി മൗത്ത് കോ 7 സാൽ ഹുയേ ഹെ. അദ്ദേഹത്തിൻ്റെ പതി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ്, അദ്ദേഹത്തിൻ്റെ ഭർത്താവ്, ഈ സ്ത്രീയുടെ ഭർത്താവ് മൗത്ത് കോ 7 സാൽ ഹുയേ, 7 വർഷം മുമ്പേ മരിച്ചിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഭർത്താവ് മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞിരുന്നു. നമുക്ക് അടുത്ത ഒരു കഥാപാത്രമാണ് മെഹറുന്നീസ എന്നത്. മെഹറുന്നീസ ഒരു ഗരീബ് ഔറത്തായിരുന്നു. ഗരീബ് ഔറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദരിദ്ര സ്ത്രീ ആയിരുന്നു. ഭർത്താവ് ഇല്ലാത്തത് കാരണം അക്കേലി ഔറത്ത്, ഒരു ഒറ്റയ്ക്കായിരുന്നു താമസം. ആ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നു. दूसरों के घर में झाड़ू लगाकर किसी तरह से अपनी गुसर बसर करती थी. दूसरों के घर में, മറ്റുള്ളവരുടെ വീടുകളിൽ ജാഡു ലഗാന എന്ന് പറഞ്ഞാൽ അടിച്ചു വാരിയിട്ടും മറ്റുമായിരുന്നു. കിസി ഒരു തരത്തിൽ അപ്പനി ഗുസർ ബസർ കടത്തീതി. ഗുസർ ബസർ എന്ന് പറഞ്ഞത് കഴിച്ചു കൂട്ടുക കേട്ടോ. അപ്പോൾ അടുത്ത വീടുകളിൽ മുറ്റമടിച്ചിട്ടും ഒക്കെയാണ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ലേക്കിൻ പക്ഷേ ജബ് ഗർ ഹി നഹി രഹേ, ബസ്തി കി ബസ്തിയാ ജലാ ദി ഗയി തോ മെഹറുന്നീസ കാം ന മിൽനെ സെ ഭൂക്കോ മർനെ ലഗി. പക്ഷേ ഇന്ന് അങ്ങനെ അടിച്ചു മാറാനും പറ്റിയ ഗർ ഹി നഹി, വീടൊന്നുമില്ല. അതൊക്കെ എന്ത് ചെയ്തിരുന്നു ബ്രിട്ടീഷുകാർ? ബസ്തി കി ബസ്തിയ, ഓരോ കോളനികളിലും ജലാദികയിൽ, അപ്പോൾ കോളനികളിലെ എല്ലാ വീടുകളും ബ്രിട്ടീഷുകാർ അഗ്നിക്കിരയാക്കിയിരുന്നു. തോ മെഹറുന്നീസ കാം ന മിൽനെ സെ ഭൂക്കോ മർനെ ലഗി. അതുകൊണ്ട് തന്നെ മെഹറുന്നീസക്ക് ജോലിയൊന്നും ഇപ്പോൾ ഇല്ലാതെ മെഹറുന്നീസ വളരെ കഷ്ടപ്പെട്ടു. ഭൂക്കോ മർനെ ലഗി, വിശപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ വീടുകളൊക്കെ കത്തിച്ചിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ മെഹറുന്നീസക്ക് വീട്ടുജോലി ചെയ്യാനുള്ള വീടുകളൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ വീട്ടുജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന മെഹറുന്നീസയ്ക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി, വിശപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. ആജ് ഉസ്കെ യഹാ മേനെ 10 റൊട്ടിയാം പഹുഞ്ചായി. അപ്പോൾ ആജ് ഉസ്കെ യഹാ, ഇന്ന് അവളുടെ വീട്ടിൽ, മേംനെ മീൻസ് ഞാൻ, മിർസ ഗാലിബ്, 10 റൊട്ടിയാം പഹുഞ്ചായി, 10 റൊട്ടികൾ എത്തിച്ചു കൊടുത്തു. അപ്പോൾ റൊട്ടിയാം എന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്കാണ് പറയുന്നത്. അപ്പോൾ 10 ചപ്പാത്തി അവിടേക്ക് എത്തിച്ചു കൊടുത്തു. ദൂസരി ജോ 10 റൊട്ടിയാം ബച്ചി ഉസ്സെ മേരെ ദോനോ ബേട്ടോ ഓർ നൗക്കരോं का काम चला. ദൂസരി മറ്റുള്ള 10 റൊട്ടിയാം ബച്ചി, 10 ചപ്പാത്തി അവശേഷിച്ചിരുന്നു. അപ്പോൾ കൊടുത്തതിന് ശേഷം ഒരു 10 റൊട്ടി മിർസ ഗാലിബിൻ്റെ വീട്ടിൽ അവശേഷിച്ചിരുന്നു. ഉസ്സെ, അതുകൊണ്ട് മേരെ ദോനോ ബേട്ടോം, എൻ്റെ 2 മക്കൾക്കും,
और नौकरों का काम चला, പിന്നെ വീട്ടു ജോലിക്കാർക്കുമുള്ളത് നൽകി എന്ന് പറഞ്ഞാൽ 10 എണ്ണം മെഹറുന്നീസയ്ക്ക് കൊടുത്തയച്ചു, ബാക്കി 10 ചപ്പാത്തിയിൽ നിന്ന് മക്കൾക്കും വേലക്കാരികൾക്കും കൊടുത്തു. മേരെ ഹിസ്സേമേ ടേഡ് റൊട്ടി ആയി. അപ്പോൾ ഇനി എനിക്കുള്ളത്, എനിക്കുള്ള ഭാഗം ഡേണ്ട് എന്ന് പറഞ്ഞാൽ 1.5 കഷ്ണം റൊട്ടി ചപ്പാത്തി മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. फिर भी तसल्ली दी कि मेरी रोटियों से मेहरुन्निसा और उसकी 2 बेटियों की भूख तो बुझी. തസല്ലി എന്ന് പറഞ്ഞാൽ ആശ്വാസം. എങ്കിൽ പോലും എനിക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. എന്ത്? മേരി റൊട്ടിയോംസെ, എൻ്റെ ഈ ചപ്പാത്തി കൊണ്ട്, മെഹറുന്നീസ ഔർ ഉസ്കി 2 ബേട്ടിയോ, മെഹറുന്നീസയും അവളുടെ 2 മക്കളും, കി ഭൂക്ക് തോ ബുജി, ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ്, ബുജി എന്ന് പറഞ്ഞാൽ മാറ്റുക, ഇല്ലാതാക്കുക. അപ്പോൾ അവരുടെ 2 മക്കളുടെയും വിശപ്പ് മാറ്റാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞു എന്നതിൽ എനിക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ചപ്പാത്തികൾ കൊണ്ട് മെഹറുന്നീസക്കും അവളുടെ 2 പെൺമക്കൾക്കും ഉള്ള വിശപ്പ് അകറ്റാൻ കഴിഞ്ഞു എന്നതായിരുന്നു എൻ്റെ ആശ്വാസം. മേരേക്ക, എനിക്കെന്താ, മേരി തോ ഭൂക്ക രഹനയ്ക്ക് ആദത്ത് ഹി ഹോ ഗയി ഹെ. ആദത്ത് എന്ന് പറഞ്ഞാൽ ശീലം. എനിക്ക് വിശന്നിരിക്കുക എന്നത് ഒരു ശീലമായിരുന്നു. ഓക്കെ, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അടുത്ത് ശ്രദ്ധിക്കുക. മേരി തോ ഭൂക്ക രഹനയ്ക്ക് ആദത്ത് ഹി ഹോ ഗയി ഹെ, ഗാലിബ് കോ ഭൂക്ക രഹനയ്ക്ക് ആദത്ത് കൈസേ ഹുയി ഹോഗി. ശ്രദ്ധിക്കൂ. മേരി തോ ഭൂക്ക രഹനയ്ക്ക് ആദത്ത്, എനിക്കാണെങ്കിൽ വിശന്നിരിക്കുന്ന ശീലം, ഹോ ഗൈരി, അപ്പോൾ വിശന്നിരുന്ന് ശീലം ഉണ്ടായിരുന്നു. ഗാലിബിന് ഭൂക്ക രഹനയ്ക്ക് ആദത്ത് കൈസേ ഹുയി ഹോഗി, ഇങ്ങനെ വിശന്നിരിക്കുന്ന ശീലം എങ്ങനെയാണ് ഉണ്ടായത് എന്ന ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്ന് ചോദിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം? അവിടെ ഗരീബ് കാരൻ അല്ലേ, ദാരിദ്ര്യം കാരണമാണ് അദ്ദേഹം വിശപ്പൊരു ശീലമായത്. ഓക്കെ, അപ്പോൾ ഈ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് മെഹറുന്നീസ എന്ന ഒരു അക്കേലി അവിടുത്തെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള കഥയാണ്. അപ്പോൾ ആ സ്ത്രീ എങ്ങനെയാണ് ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത്? ജാഡു ലഗാക്കൾ, ഗഡ്മേം ജാഡു ലഗാക്കൾ അല്ലേ, മറ്റുള്ള വീടുകളിലൊക്കെ അടിച്ചു വാരിയിട്ടാണ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യന് സാധ്യത ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്. മേരി പടോസി ഹീരാ സിംഗ് ഏക്ക് നൗജവാൻ ഹെ. നൗജവാൻ, യുവാവ്, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. മേരെ പടോസി, എൻ്റെ അയൽവാസിയായ ഹീരാ സിംഗ് ഏക്ക് നൗജവാൻ ഹെ. ഹീരാ സിംഗ് ഒരു യുവാവായിരുന്നു. വഹ് മുജെ ഹിമ്മത്ത് ബാന്ധാത്താ ഹെ. ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യം. അവൻ എനിക്ക് എപ്പോഴും ധൈര്യം നൽകുമായിരുന്നു, ധൈര്യം തരുമായിരുന്നു. ഇസ് ആദെ വീരാൻ ഔർ ആദെ ആബാദ് ഷഹർ മേം ശിവജി റാം भी तो जो मुझसे कहते हैं कि मुसीबत के ये दिन कभी न कभी तो ख़त्म हो गए. ഇസ് ആദെ വീരാൻ ഔർ ആദെ ആബാദ്. വീരാൻ എന്ന് പറഞ്ഞാൽ വിജനവും, ആബാദ് എന്ന് പറഞ്ഞാൽ പകുതി ജനങ്ങൾ. ആദ മീൻസ് പകുതി, ആബാദ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. പകുതി വിജനവും, അതായത് പകുതി ശൂന്യവും പകുതി ജനവാസവുമുള്ള ഈ പട്ടണത്തിൽ ശിവാജി എന്നു പേരുള്ള ശിവാജി റാം മാത്രമാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. എങ്ങനെ? മുസീബത്ത് കെ യേ ദിൻ കബി ന കബി തോ ഖത്തം ഹോ ഗए. ആപത്തുള്ള, മുസീബത്ത് എന്ന് പറഞ്ഞാൽ ആപത്ത്, ആപത്തിൻ്റെ കാലമൊക്കെ ഒരിക്കൽ ഖത്തം ഹോ ഗए. ഖത്തം ഹോക എന്ന് പറഞ്ഞാൽ അവസാനിക്കും. അപ്പോൾ ഈ ആപത്ത് കാലമൊക്കെ ഒരു വട്ടം തീർന്നു പോകും. ഓക്കെ, അപ്പോൾ ഉൻകാ ലഡ്ക ബാല മുകുന്ദ് മുझे अपना पिता की तरह चाहता है. അദ്ദേഹത്തിൻ്റെ മകനായ ബാലമുകുന്ദ് എന്നെ തൻ്റെ പിതാവിനെ പോലെ കണ്ടിരുന്നത്. അപ്പോൾ ശിവാജി റാമിൻ്റെ മകൻ ബാലമുകുന്ദ് തന്നെ പിതാവിനെ പോലെയാണ് കണ്ടിരുന്നത്. ജബ് മേ ബീമാർ പടാ ബാലമുകുന്ദ് അംഗ്രേസ് സിപ്പാഹിയോं की नज़रों से ബജത്തെ ബജാത്തെ ഏക്ക് ഹക്കീം കോ മേരെ പാസ് ലേ ആയ. എനിക്ക് എപ്പോഴാണ് ബീമാർ, എനിക്ക് എപ്പോഴാണ് രോഗം പിടിപെട്ടത്, ആ സമയത്ത് ബാലമുകുന്ദ് അംഗ്രേസ് സിപ്പാഹിയോं की नज़रों से, സിപ്പാഹി എന്ന് പറഞ്ഞാൽ പട്ടാളക്കാർ, ഈ ബ്രിട്ടീഷുകാരുടെ നസർ കണ്ണ് വെട്ടിച്ച്, ബജത്തെ എന്ന് പറഞ്ഞാൽ വെട്ടിക്കുക, അപ്പോൾ അവരെ കാണാതെ അവരെ കണ്ണ് വെട്ടിച്ച് ഏക്ക് ഹക്കീം എന്ന് പറഞ്ഞാൽ ഡോക്ടർ,
ഒരു ഡോക്ടറെ, ഒരു വൈദ്യനെ മേരെ പാസ് ലേ ആയ, എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ഹക്കീം കി ദവാസെ മേരി ജാൻ ബച്ചി. അങ്ങനെ ആ വൈദ്യൻ നൽകിയ ദവ എന്ന് പറഞ്ഞാൽ മരുന്ന്, ജാൻ എന്ന് പറഞ്ഞാൽ ജീവൻ. ആ വൈദ്യൻ നൽകിയ മരുന്ന് കുടിച്ചിട്ടാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്, എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. മുझे ജിന്ദഗി ബാലമുകുന്ദ് കി മദദ് സേ ഹി വാപ്പസ് മിലി. എൻ്റെ ജീവിതം, ജിന്ദഗി എന്ന് പറഞ്ഞാലും ജീവിതം, എൻ്റെ ജീവിതം ബാലമുകുന്ദിൻ്റെ മദദ് മീൻസ് സഹായം, ബാലമുകുന്ദിൻ്റെ സഹായം കൊണ്ടാണ് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ദൂർ കെ ദോസ്തോ മേ മേരട്ട് കെ ഹരി ഗോപാൽ തുഫ്താ ഹെ. അപ്പോൾ ദൂരെ എൻ്റെ സുഹൃത്തുക്കളിൽ മീററ്റ് സ്ഥലത്തിൻ്റെ പേരാണ്. മീററ്റ് എന്ന സ്ഥലത്ത് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു എനിക്ക്, ഹരിഗോപാൽ തുഫ്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വേ ഷായരി കർത്തേ ഹെ. അദ്ദേഹം ഒരു പോയിറ്റായിരുന്നു, ഒരു കവിത എഴുതുന്ന ആളായിരുന്നു. ഉन्होंने मुझे अपनी घर मेरठ से नकद रुपया भेजा है. അദ്ദേഹം മീൻസ് തുഫ്ത എന്ന പേരുള്ള, ഹരിഗോപാൽ എന്ന പേരുള്ള ഇയാൾ എനിക്ക് അപ്പനെ ഗർ മേറത്ത് സെ, തൻ്റെ മീററ്റിൽ നിന്ന് നക്കത് രൂപയ വേജാഹെ. നക്കത് എന്ന് പറഞ്ഞാൽ കുറച്ച് പണം അയച്ചിരുന്നു. വേജാ മീൻസ് അയച്ചിരുന്നു. गेहूं की कुछ बोरियों भी तुफ्ता के आदमी मेरे घर रख गए हैं. गेहूं എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, ബോരിയ എന്ന് പറഞ്ഞാൽ ചാക്കുകൾ. ഗോതമ്പിൻ്റെ കുറച്ച് ചാക്കുകൾ കൂടി. അപ്പോൾ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗോതമ്പിൻ്റെ ചാക്കുകൾ കൂടി തുഫ്താക്കെ ആത്മി, തുഫ്തയുടെ ഒരാൾ മേരെ ഘർ രഖ് ഗയേ ഹെ, എൻ്റെ വീട്ടിലേക്ക് എത്തിച്ച് നൽകിയിരുന്നു. അപ്പോൾ ഗോതമ്പടങ്ങിയ ചാക്കുകൾ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കൂട്ടുകാരനായ തുഫ്തയുടെ ആൾ എത്തിച്ച് നൽകി. അപ്പോൾ മീററ്റിലുള്ള എൻ്റെ സുഹൃത്ത് ഹരിഗോപാൽ തുഫ്ത എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഗോതമ്പുകൾ എത്തിച്ചു. उन्होंने कहला भेजा है कि मैं फिक्र न करूं, वे मेरी मदद हर किस्म से करते रहेंगे. उन्होंने कहला, അദ്ദേഹം പറഞ്ഞയച്ചിട്ടുണ്ട്. എന്ത്? മേം ഫിക്ർ മീൻസ് ടെൻഷൻ നഗർ, ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട, ഒരിക്കലും ബേജാറാവേണ്ട. വേ മേരി മദദ് ഹർ കിസ്മ സേ കർത്തേ രഹേങ്കെ. മദദ് എന്ന് പറഞ്ഞാൽ സഹായം, കിസ്മ എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും. അപ്പോൾ ഏത് സാഹചര്യത്തിലും ഞാൻ നിന്നെ സഹായിക്കാമെന്ന് തുഫ്ത പറഞ്ഞയച്ചിരുന്നു. അപ്പോൾ മിർസ ഗാലിബ് ഇതുവരെ എഴുതിയിട്ടുള്ളത് ഡൽഹിയിലെ അവസ്ഥയെക്കുറിച്ചും അവിടുത്തെ ഓരോ ആളുകളെക്കുറിച്ചുള്ള കഥയാണ് ഇപ്പോൾ ഈ ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. ഇനി മിർസ ഗാലിബ് എഴുതുന്നത് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും മറ്റുമാണ്. ശ്രദ്ധിക്കുക. ये बातें जिनका लिखना ज़रूरी नहीं था, सिर्फ इसलिए लिखी कि इन लोगों की दरियादिली और हमदर्दी का शुक्रिया अदा हो जाए. ये बातें जिनका लिखना ज़रूरी नहीं था. ഈ കാര്യം എഴുതൽ അത്ര ജരൂരി എന്ന് പറഞ്ഞാൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇപ്പം ഞാൻ ഈ എഴുതുന്നത്. സിർഫ് ഇസ്ലിയെ ലിഖിക്ക്, കേവലം ഇത് എഴുതാൻ കാരണം ഇൻ ലോകോം കി ദരിയാദലി. എന്താ ദരിയാദലി എന്ന് പറഞ്ഞാൽ? ലോകം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. ഓക്കെ, ഈ ജനങ്ങളുടെ ദരിയാദലി കാരുണ്യം, ഈ ജനങ്ങളുടെ കാരുണ്യവും അതുപോലെ ഹംദർദി സഹതാപവും ശുക്രിയ എന്ന് പറഞ്ഞാൽ നന്ദി അറിയിക്കുക. ശുക്രിയ അദാ ഹോ ജായ എന്ന് പറഞ്ഞാൽ നന്ദി അറിയിക്കുക. അപ്പോൾ ഈ ആളുകളുടെയൊക്കെ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയത്. അല്ലാതെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഡയറിയിൽ എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് മിർസ ഗാലിബ് പറയുന്നത്. അവരോടുള്ള ആദര സൂചകമായിട്ടാണ് ഇത് എഴുതിയത്. രാത് കോ ചിരാഗ് നെഹി ജൽത്തെ. ഇവിടെ ചിരാഗ് എന്ന് പറഞ്ഞാൽ വിളക്ക് എന്നാണ് കേട്ടോ, ആളുടെ പേരല്ല. ചിരാഗ് മീൻസ് വിളക്ക്. രാത്രി വിളക്ക് കത്തുന്നില്ല. ദിൻമേം ചൂൽഹെ നെഹി സുലഗത്തെ. ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ്, സുലഗ്ന എന്ന് പറഞ്ഞാൽ പുകയുക. പകൽ ഇവിടെ അടുപ്പൊന്നും പുകയുന്നില്ല. ജബ് അനാജ് ഹി നെഹി ഹെ തോ ചൂൽഹെ കഹാം സെ ജലെ. എവിടെയും അനാജ് ധാന്യം, എവിടെയും ധാന്യമൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് ചൂൽഹെ കഹാം സെ ജലെ, അടുപ്പ് എങ്ങനെയാണ് പുകയുന്നത്? മക്കാനോം കെ മാലിക് മാർ ഡാലെ ഗയെ ഹെ. മക്കാൻ ഓരോ വീട്ടിലെയും, മക്കാൻ എന്ന് പറഞ്ഞാൽ കെട്ടിടം എന്നുള്ള അർത്ഥമുണ്ട്.
ഓരോ വീടുകളിലെയും ഉടമസ്ഥൻ, മാലിക് ഉടമസ്ഥൻ, മാർ ഡാലേ ഹെ, ഉടമസ്ഥന്മാരെയൊക്കെ കൊന്നിട്ടുണ്ട്. വേ ഹോത്തെ തോ ഗരോ മേ ഗല്ല പാനി ആത്ത, അവർ ഗരോമേ ഗല്ല എന്ന് പറഞ്ഞാൽ ധാന്യം, അവർ വിചാരിക്കുകയാണെങ്കിൽ അവർ വിചാരിക്കണം വീട്ടിലെ മുതിർന്ന ആളുകളാണ് വീട്ടിലേക്കുള്ള ധാന്യങ്ങളൊക്കെ കൊണ്ടുവരൽ. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരൊക്കെ പിന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഗാലിബ് ജിസ്കെ ഇസ് ഷഹർ മേ ഹസാരോं दोस्त है, इस तन्हाई और अकेलापन में सिर्फ अपनी कलम के सहारे ही जिंदा बजा रह गया है. ഗാലിബ് ജിസ്കെ ഇസ് ഷഹർ മേ, കേവലം ഈ പട്ടണത്തിൽ, ഹസാരോं ദോസ്ത്, എനിക്ക് ആയിരക്കണക്കിന് കൂട്ടുകാരുണ്ടായിരുന്നു. ഇസ് തൻഹായ് ഔർ അക്കേലാപ്പൻ, തൻഹായ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ, അക്കേലാപ്പൻ എന്ന് പറഞ്ഞാൽ ഏകാന്തം, രണ്ടും സെയിം മീനിങ് തന്നെയാണ്. ഈ ഒറ്റപ്പെടലിൽ സിർഫ് അപ്പനി കലം കെ സഹാരെ, കേവലം എൻ്റെ ഈ പേന, കലം എന്ന് പറഞ്ഞാൽ പേന, എൻ്റെ ഈ പേനയുടെ ആശ്രയിച്ചാണ് ജിന്ദ ബജ രഹുകയാഹെ, എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹം ഒരു കവിയാണെന്ന് അറിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അന്ന് വെറുതെ വിട്ടത്. ഉസ്കെ സാരെ ദോസ്ത് ഏക്ക് ഏക്ക് കർ മാർ ഡാലേ ഗേ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ കൂട്ടുകാരും ഓരോന്നോരോന്നായിട്ട് മരിച്ച് വീണിട്ടുണ്ട്, കൊന്നൊടുക്കിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർ. ഓക്കെ. മേരി ആത്മാമേ അബ് കേവൽ ദുഃഖ് ഹി ദുഃഖ് ഹെ, എൻ്റെ ആത്മാവിൽ ഇപ്പോൾ കേവലം എന്ത് മാത്രമേ ഉള്ളൂ, ദുഃഖ് ഹി ദുഃഖ്, കേവലം ദുഃഖം മാത്രമേ ഉള്ളൂ. मैं अपना बिस्तर और कपड़ा बेच बेच कर ज़िंदगी गुजर रहा हूँ, ഞാൻ തൻ്റെ ബിസ്തർ എന്ന് പറഞ്ഞാൽ കിടക്ക, കപ്പട എന്ന് പറഞ്ഞാൽ വസ്ത്രം, ബേജ്ന വിൽക്കുക, ജിന്ദഗി ഗുസർ രഹ എന്ന് പറഞ്ഞാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പം ഞാൻ തൻ്റെ കിടക്കയും വസ്ത്രവും വിറ്റിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദൂസരെ ലോഗ് ജിസ് തരഹ് സെ റൊട്ടിയാം കാത്തെ ഹെ മേം കപ്പടെ കാ രഹാ ഹും, മറ്റുള്ളവർ ഒരു തരത്തിൽ ഭക്ഷണം കഴിക്കുന്നു, മേം കപ്പടെ കാ രഹാ, ഞാൻ വസ്ത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത്, വസ്ത്രം കഴിച്ചിട്ടാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം അത് വിൽപ്പന നടത്തിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ വിറ്റിട്ടാണ് ഉപജീവനമാർഗം കാണുന്നത്, ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. मैं कपड़े का रहा हूँ, इससे गालिब की किस हालत की ओर संकेत है, ഞാൻ വസ്ത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിലൂടെ ഗാലിബിൻ്റെ ഏത് അവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെയും ആ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. ഓക്കെ. ഡർത്താ ഹൂം കി ജബ് സബ് കപ്പടെ കാ ലൂങ്കാ തോ നംഗാ ഹി ഭൂഖാ മർ ജാऊंगा, ഞാൻ ഭയപ്പെടുന്നു, ഡർത്താഹും എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്നു, ഞാൻ ഭയപ്പെടുന്നു എന്തെന്നാൽ ജബ് സബ് കപ്പടെ കാ ലൂങ്ക, എല്ലാ വസ്ത്രങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ, നങ്കാഹി ഭൂക്ക മർ ജാവുങ്ക, നങ്ക എന്ന് പറഞ്ഞാൽ നഗ്നനായി, ഭൂക്ക വിശന്ന്, ജാവുങ്ക മർ ജാവുക മരിക്കും. എല്ലാ ഭക്ഷണവും എല്ലാ വസ്ത്രങ്ങളും ഇനി കഴിച്ചു കഴിഞ്ഞാൽ ഇനി നഗ്നനായി ഞാൻ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. എന്താ അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം മരണപ്പെടുമെന്നാണ് അതിലൂടെ പറയുന്നത്. ഓക്കെ. मैं कपड़े का रहा हूँ, इससे गालिब की किस हालत की ओर संकेत है എന്നതിൻ്റെ डरता हूँ कि जब सब कपड़े का लूँगा तो नंगा ही भूखा मर जाऊँगा, ഞാൻ ഭയപ്പെടുന്നത് ഈ വസ്ത്രങ്ങളൊക്കെ തിന്നു കഴിഞ്ഞാൽ ഞാൻ നഗ്നനായിട്ട് മരിക്കും എന്ന് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മിർസ ഗാലിബിൻ്റെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഇതിലൂടെ അദ്ദേഹം പറയുന്നത്. ദാരിദ്ര്യം കൊണ്ട് അങ്ങേയറ്റം വലയുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ പാരഗ്രാഫിൽ വായിച്ചത്. ഓക്കെ. കഥ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ജിസ് ഗലീമേ മേ രഹ്താ ഹൂം എന്ന മിർസ ഗാലിബിൻ്റെ ഈ ഡയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വീണ്ടും വീണ്ടും ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക, കണ്ട് അതിൻ്റെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യുക. നമ്മുടെ പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ. ഏവർക്കും നന്ദി.